How parking? Parking it's very scam. ഗോവ ട്രിപ്പ് പാർട്ട് 6. രാവിലെ തന്നെ എണീച്ചു ഫ്രിഡ്ജിൽ കണ്ടത് മൊത്തം സ്പ്രൈറ്റിന്റെ ടിന്നാണ്. അപ്പൊ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്യലാണ്. അപ്പൊ നല്ല ഇഡ്ഡലിയും അതുപോലെ സാൻഡ്വിച്ച് ചട്നിയെല്ലാം ഉണ്ടായത്. ഗോവയാണ്ട് കുറച്ച് കത്തുന്ന ഡ്രസ്സ് ഇടാനുള്ള പ്ലാന്. അങ്ങനെ ഡ്രസ്സ് ഇട്ട് അങ്ങനെ റെഡിയായി. അങ്ങനെ എല്ലാവരും പുറത്തു പോകാൻ ഇറങ്ങി. ഇങ്ങനെ ഗോവ കറങ്ങാൻ വേണം ഗൈസ്. ഇത് തന്നെ പണി, സ്പ്രൈറ്റിലോണ്ട് ഇങ്ങനെ കുടിക്കുക. നമ്മളിന്ന് പോകാൻ പോകുന്നത് കണ്ടോളിയിലെ അഗോഡ ഫോർട്ടിലേക്കാണ്. ഇവിടെ ഒരാളെ പാണ്ഡ്യാണ്ണ ലുക്കിലെല്ലാം വരുന്നുണ്ട്. വില്ലേന്ന് ഏകദേശം 10 കിലോമീറ്റർ അടുത്ത് ദൂരം ഉണ്ട് അഗോഡ ഫോർട്ടിലേക്ക്. ഇവിടെയാണ് മഴ വെച്ചാൽ 5 മിനിറ്റ് മഴ പോകും, പിന്നെ മഴ ഉണ്ടാവില്ല. ആ അവസ്ഥയാണ്. അപ്പോൾ കുറെ അടുത്ത് കോട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ കോട്ടെല്ലാം വാങ്ങി. കോട്ടയിൽ പോകുമ്പോഴത്തേക്ക് മഴയെ പെയ്തിട്ട് അഗോഡ ഫോർട്ടിന് മുമ്പ് എത്തുന്ന മുമ്പായിട്ട് നല്ല വൈബിൽ അടിപൊളി റോഡായിരുന്നു മൊത്തത്തിൽ കാണാൻ. ഇത് ഇങ്ങനെ കണ്ടാൽ തന്നെ തിരിയും. How parking? Parking it's very scam. ശരിക്കും പറഞ്ഞാൽ സ്കാം ഇപ്പൊ ഇടേണ്ട പക്ഷേ നമ്മൾ നോക്കി ചെയ്തുകൊണ്ട് അങ്ങനെ സ്കാം പെട്ടില്ല. സംഭവിച്ചാൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു പാർക്കിംഗ് ഫീ ആയിരുന്നു. ആ ടിക്കറ്റ് കാണാണ്ടാക്കി നമ്മൾ 500 രൂപ ഫൈൻ ഉണ്ടാന്ന് പറഞ്ഞു. ടിക്കറ്റ് ആണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ പാർക്കിംഗ് എത്തിയപ്പോൾ അവിടുത്തെ ഒരാളെ നമ്മളെ നിന്ന് ടിക്കറ്റ് തിരിച്ചു വാങ്ങാൻ നോക്കി. നമ്മൾ കൊടുത്തിട്ടില്ല. ഒരു പ്ലാൻ എന്താ വെച്ചാൽ തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് ഉണ്ടാവില്ല കയ്യിൽ. അപ്പോൾ അവർക്ക് ഫൈൻ വാങ്ങാൻ പലവരും ഇങ്ങനത്തെ സ്കാം പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി ചെയ്യാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ അഗോഡ ഫോർട്ടിൽ എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ കയറുമ്പോൾ നല്ല അത്യാവശ്യം കാണാൻ രസം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ വ്യൂ വെച്ചാൽ അവിടുത്തെ മതിൽ കയറി അങ്ങനെ നോക്കാം. നല്ല അടിപൊളി വ്യൂസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എല്ലാം എടുത്തു. നമ്മൾ നേരെ പോയത് കണ്ടോളിയും ബീച്ചിലേക്കാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോ കാണാം.